ഹലോ ഗായ്സ്, ഞാൻ അടിപൊളിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞത്. നമുക്ക് അൺബോക്സ് ചെയ്താലോ കവായി സ്റ്റിക്കേഴ്സ്. അപ്പം എൻ്റെ അടുത്ത് ഉണ്ടേനി ഒന്ന്, അത് കഴിഞ്ഞു പോയി. എൻ്റെ അടുത്ത് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഇല്ല വെറുതെ ഒട്ടിച്ച് തീർക്കും. എന്നിട്ട് അത് വേഗം കഴിഞ്ഞു പോയി. എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസമായി എൻ്റെ അടുത്തുനിന്ന് കഴിഞ്ഞിട്ട്. ഇനി മറ്റേ ആ ചെറുതല്ലേ, അത് എൻ്റെ അടുത്തുള്ളത്, ചെറിയത് ഉണ്ടാവില്ലേ, സ്ക്വയറിൽ പെട്ടി പോലല്ലേ, ഇങ്ങനെ 4 ബോക്സസ് ഉണ്ടാവും. അതാണ് എൻ്റെ അടുത്തുനിന്ന് കഴിഞ്ഞിരിക്കണം. അത് 2 ഷീറ്റേ ബാക്കിയുള്ളൂ. അത് ഞാൻ എടുക്കാതെ വെച്ചതാണ്. ഇത്രയും കാലം വെറുതെ എടുത്ത് നശിപ്പിച്ചില്ലേ. 2 ഷീറ്റെങ്കിൽ 2 ഷീറ്റ് അടക്കട്ടെ വെച്ച്. അപ്പം എന്താ, ഞാനത് തീരാനായല്ലേ. അപ്പം ഞാൻ പുതിയതൊന്ന് വാങ്ങിയാണ്. അടിപൊളി സാധനമാണ് ഇത്. 155 റുപ്പീസാണ്, 155 ആണ് ഇതിന് ക്യാഷ് വരുന്നത്. അപ്പം എന്താ, നമുക്കിനി എത്ര ഉണ്ട് എണ്ണി നോക്കാം. ഞാൻ ഇപ്പം 9 എണ്ണായി എണ്ണിയിട്ട്. ഞാനിങ്ങനെ സ്റ്റോറീസ് പറഞ്ഞ് പോയിട്ടാണ് ഇത് ടൈമിങ് പെട്ടെന്ന് കഴിഞ്ഞത്. ഇതിലേറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇത് തിരിച്ച് ഈ കവറിൻ്റെ ഉള്ളിൽ കയറ്റുക. നിങ്ങൾ കവറിൻ്റെ ഉള്ളിൽ കയറ്റണമെന്നില്ല എന്നുണ്ട് കുഴപ്പമില്ല, എനിക്കിത് നശിപ്പിക്കാൻ തോന്നുന്നില്ല. നല്ല വൃത്തി മാന്തി പറിച്ച് കിട്ടിയിട്ടുണ്ടല്ലോ. സ്റ്റിക്ക് ആ കവറിൽ നിന്നോട്ട് തിരിച്ചിട്ട് കവറിൽ തന്നെ വെച്ചതാണ്. ഇതാ അടിപൊളി കേട്ടോ, ഫസ്റ്റ് ട്രൈ ആണ്. 20 ഷീറ്റ്സിന് ഉള്ളത്, പക്ഷെ എണ്ണി വന്നപ്പോൾ ആകെ എത്ര 18 ഷീറ്റേ ഉള്ളൂ. 20 ഷീറ്റാണ് പറഞ്ഞത്, അതിൽ കാണിച്ചത് എത്ര ഷീറ്റ് ഉണ്ടാവുന്നു. ഇനിയിപ്പോൾ എന്താ, എൻ്റെ അടുത്ത് എനിക്ക് എത്തിയപ്പോഴത്തെ കാണാതെ എഴുതിയേക്കും, അതായിരിക്കും അറിയില്ലല്ലോ. ഞാൻ പൊട്ടിച്ചിപ്പോൾ ഞാൻ കൗണ്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇനി ഞാൻ 2-3 സ്റ്റിക്കേഴ്സ് എടുത്തിട്ടേ ഉള്ളൂ. ഇത് ഞാൻ മിനിയാന്ന് സാധനത്തിന് ഞാൻ തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ ഞാനെന്ത് ആ സെയിം കവറിൽ ഞാനല്ലോ നശിപ്പിക്കാൻ എനിക്ക് പൂതിയില്ല. അതുകൊണ്ട് ഞാൻ ആ സെയിം കവറിൽ വെച്ചതേനി. ഇതിങ്ങനെ കയറ്റാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ബാക്ക് ടു സ്കൂള് ഇന്ന് തന്നെ വരും. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ഫോണിൽ ഗാലറി സ്പേസില്ലേ, അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം എന്താ വീഡിയോസൊന്നും വരാമെന്ന്. എനിക്കിത് എന്താ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഫുള്ളാക്കി എന്താ സേവ് ചെയ്ത് അവിടെ നിന്ന് എനിക്ക് യൂട്യൂബൊക്കെ ഇട്ട് അവിടെ ഡൗൺലോഡായി അടുത്ത വീഡിയോ എടുക്കണം. കുറേ ടാസ്ക്കാണ് എൻ്റെത്. എന്താ ഞാനത് പകുതി കയറ്റിയാണ്. പിന്നെ സ്കൂൾ ഓപ്പൺ ചെയ്യാനായി. ബാക്ക് ടു സ്കൂൾ വീഡിയോസൊന്നും കണ്ടില്ല. ചിലത് കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ കണ്ട്, കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ കണ്ടില്ല. അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാം. എൻ്റെ ബുക്സൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടട്ടെ വിചാരിച്ച്. എന്നാൽ കറക്റ്റ് നോട്ട് ബുക്സിൻ്റെ ഒക്കെ എണ്ണം കിട്ടുമല്ലോ, അതുകൊണ്ട് ആണ്. ബാക്ക് ടു സ്കൂൾ എന്തായാലും ഉണ്ടാവും ഷോപ്പിംഗ് വീഡിയോ. ഇത് ചെറിയ സാധനം വാങ്ങണമെങ്കിൽ പോലും ഞാൻ ഇത് ചെയ്യും. ഞാൻ പിന്നെ സ്കൂളിൽ പോകണ ഫസ്റ്റ് ഡേയും വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ഭയങ്കര ഇഷ്ടമായിരിക്കും സ്കൂളിൽ പോകാൻ. പിന്നെ എന്താ മടി, പിന്നെ മടിയോട് മടി, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഷ്ടപ്പെട്ടതിലൊക്കെ കുത്തി കയറ്റി കംപ്ലീറ്റ് ആയില്ല. എൻ്റെ 3-4 ഷീറ്റ് കൂടി ഉണ്ട്. അതും ഇങ്ങനെ വലിച്ച് വെച്ച് ഫസ്റ്റ് ഞാൻ എല്ലൂടി വെച്ചപ്പം ഫുള്ളായിട്ട് കയറുന്നില്ല. പിന്നെ ഇപ്പം
ഞാൻ ഓരോന്നിച്ച് കുറച്ചെണ്ണം ഫസ്റ്റ് കയറ്റി. പിന്നെ ഇപ്പോഴാണ് കയറ്റണത്. അടിപൊളി സാധനമാണ്, മസ്റ്റ് ട്രൈ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇത്ര 500 more സ്റ്റിക്കേഴ്സും ഉണ്ട് ഇതിൽ. അതുകൊണ്ട് 155 rupeesന് വേർത്താണെന്ന് ചോദിച്ചാൽ വേർത്താണ്. ഈ ജേണലൊക്കെ ചെയ്യണവർക്ക് സ്റ്റിക്കർ കളക്ഷനൊന്നും പറ്റിയ സാധനമല്ല. ഇതിനൊക്കെ വേറെ സ്റ്റിക്കേഴ്സ് ഉപയോഗിക്കാം. പക്ഷേ കവായി സ്റ്റിക്കേഴ്സൊന്നും കളക്ഷനാക്കി വെക്കാൻ രസമല്ല. ഇത് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലവരുണ്ടാകും പേപ്പറിൽ ഒട്ടിച്ച് വെക്കും. ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ കവായി സ്റ്റിക്കർ അങ്ങനെ കളക്ഷൻ ആയിട്ടില്ല. പക്ഷെ ഇങ്ങനെ അങ്ങനെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കും, എന്നിട്ട് പേപ്പറിലൊട്ടിക്കും. എല്ലാം അങ്ങനെ പേപ്പറിലൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പറിക്കുമ്പോൾ എന്തോ പോലെ. അതല്ല പറഞ്ഞാൽ ജേർണൽസിലൊന്നും ഒട്ടിക്കണേനല്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോക്ക് ബൈ. സബ്സ്ക്രൈബ്.